WWE എന്നാൽ 90കളിൽ ബ്രെറ്റ് ഹാർട്ട് എന്ന ഒറ്റപ്പേര് മാത്രമായിരുന്നു. 90കളിൽ സാങ്കേതിക ഗുസ്തി മത്സരത്തിന്റെ ആകർഷണമായിരുന്നു ബ്രെറ്റ് സർജൻ ഹാർട്ട് എന്ന ബ്രെറ്റ് ഹാർട്ട്. അമേരിക്കൻ പ്രൊഫഷണൽ ഗുസ്തിയുടെ ധാരണ മാറ്റിമറിക്കപ്പെട്ടത് പോലും ബ്രെറ്റ് ഹാർട്ടിന്റെ കടന്നുവരവോടുകൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുസ്തി പാരമ്പര്യം സ്കൈ സ്പോർട്സ് എന്ന ഹിറ്റ് പഞ്ചിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കനേഡിയൻ പ്രൊഫഷണൽ റെസ്ലറായി അറിയപ്പെട്ട അദ്ദേഹം ഒരു കാലത്ത് കുട്ടികളുടെ ഹരമായിരുന്നു. തികഞ്ഞ കായികത്തികവും ആരെയും അമ്പരിപ്പിക്കുന്ന വേഷവിധാനവും പ്രൊഫഷണൽ റെസ്ലറുടെ പോർവിളിയും കനേഡിയൻ പതാകയും ബ്രെറ്റ് ഹാർട്ട് എന്ന കുട്ടികളുടെ ഹിറ്റ്മാനെ റിംഗിലെ പേഴ്സണൽ ഫേവറേറ്റ് ആക്കി. 5 തവണ WWF ചാമ്പ്യനായിരുന്ന അദ്ദേഹം തന്റെ പിതാവ് സ്റ്റൂ ഹാർട്ടിന്റെ പാത പിന്തുടർന്നാണ് റെസ്ലിംഗിൽ എത്തുന്നത്. പിന്നീട് റെസ്ലിംഗ് ഫീൽഡിലെ ഇതിഹാസങ്ങൾക്കൊപ്പം അദ്ദേഹം മുന്നേറി. 2010 സമ്മർ സ്ലാം ഈവന്റിന്റെ ജനറൽ മാനേജറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം റോയുടെ ജനറൽ മാനേജറായി പിന്നീട് സേവനമനുഷ്ഠിച്ചു. തികഞ്ഞ ഗുസ്തിപാഠവും ആരെയും ഇടിച്ചു തോൽപ്പിക്കുന്ന മെയ്വഴക്കവും ബ്രെറ്റ് ഹാർട്ടിനെ 90കളുടെ സൂപ്പർ ഹീറോയാക്കി. എക്കാലത്തെ മികച്ച എന്റർടൈനർ റെസ്ലർ എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. 80കളിലും 90കളിലും റെസ്ലിംഗിനെ അവിസ്മരണീയമാക്കിയ നാളുകളാണ് പിന്നീട് ബ്രെറ്റ് ഹാർട്ടിന് കൈവന്നത്. സൂപ്പർസോണിക് വിമാനങ്ങൾ പറക്കുന്ന വേഗതയിൽ ആയിരുന്നു ബ്രെറ്റ് ഹാർട്ട് അന്ന് സ്കൈ ഡൈവിംഗിലൂടെ എതിരാളികളെ കീഴടക്കി റിംഗ് ഭരിച്ചിരുന്നത്. പിന്നീട് ആരാധകർക്ക് ഷാംപെയിനും ടീഷർട്ടും ഹക്സും നൽകി മടങ്ങുന്ന ബ്രെറ്റ് ഹാർട്ടിനെ അവർ ഹിറ്റ്മാൻ എന്ന് വിളിച്ചു. ഹിറ്റ്മാൻ ദ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്ന് കുട്ടികൾ പോലും ആ 6 അടി 1 ഇഞ്ച് താരത്തെ വിളിച്ചു. അതെ, 90 കിഡ്സിന്റെ ഹരമായ ബ്രെറ്റ് ഹാർട്ട് ഇന്നും റെസ്ലിംഗ് വണബീസിന്റെ ഹരമാണ്.